അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: ഇദാ കാന യൗമുൽ ഖിയാമ വ അറാദല്ലാഹു സുബ്ഹാനഹു വ തആല ബിഅബ്ദിൻ ഖൈറ അഅതാഹു കിതാബഹു ജഹ്റൻ വ ഖാലഹു ഇഖ്റ സിർറൻ ഹത്താ ലാ യഫ്ളിഹു ബൈന ഖൽഖി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ്റെ കിതാബ്, അവന് ആഖിറത്തിൽ അവൻ്റെ ഗ്രന്ഥം, അവൻ്റെ കർമ്മങ്ങൾ, അവൻ്റെ നന്മയും തിന്മയും എഴുതിയ ഗ്രന്ഥം അവൻ്റെ കയ്യിൽ കൊടുക്കുകയും അത് പരസ്യമായിട്ട് കൊടുക്കുകയും എന്നിട്ട് അവനോട് അത് നീ രഹസ്യമായി വായിച്ചോളൂ എന്നവനോട് പറയപ്പെടുകയും ചെയ്യും. ആളുകളിൽ അവനെ മാനം കെടുത്തുകയില്ല എന്നർത്ഥം. കാരണം അവൻ്റെ ഏടുകളിൽ അവൻ ചെയ്തു കൂട്ടിയ മോശപ്പെട്ട പണികളൊക്കെയും പരസ്യമായി വായിക്കുമ്പോൾ ആളുകളിൽ മാനക്കേട് വരുന്ന രീതി ഉണ്ടാവാതെ അവനെ പരസ്യമായി വായിക്കണ്ട, നീ രഹസ്യമായി വായിച്ചോളൂ എന്ന് പരസ്യമായി ഗ്രന്ഥം കൊടുത്തുകൊണ്ട് അവനോട് പറയപ്പെടും അത്രേ. അങ്ങനെ ഫയഖറഉ കിതാബഹു സിർറ, അവൻ്റെ ഗ്രന്ഥം രഹസ്യമായി അവനിങ്ങനെ വായിക്കും. ഫലം യസ്മഉഹു അഹദുൻ, ഒരാളും അവൻ്റെ ഗ്രന്ഥത്തിലുള്ളത് എന്താണ് എന്ന് ആരും കേൾക്കില്ല. അങ്ങനെ ഇവനിങ്ങനെ വായിക്കുമ്പോൾ ഫയഖൂൽ മലായിക, മലക്കുകൾ അള്ളാഹുവോട് ചോദിക്കും: യാ ഇലാഹന ഹാദിഹി ഇനായത്തുൻ ലാ തസ്ബിഖു ലി അഹദി മിനൽ ഉസാ, ഇത് ഒരാൾക്കും ഒരു ഉസാത്തിനും ഒരു മുമ്പ് മോശമായ ഒരാളുകൾക്കും ഇതുവരെ ഇല്ലാത്തൊരു വിഷയമാണല്ലോ, ഇതിനോട് പ്രത്യേകം ഒരു താല്പര്യം എന്താണ്, ഇതൊരു പ്രത്യേക താല്പര്യം കാണിക്കലാണല്ലോ എന്ന് മലക്കുകൾ അവനോട് പിന്നെ അള്ളാഹുവോട് പറയും. വഖദ് ഔഅത്ത മൻ അസാക അൻ തുഅദിബഹു വതുഹരിഖഹു ബിന്നാർ, നീ തെറ്റ് ചെയ്ത ആളുകളെ തീ കൊണ്ട് കരിക്കുകയും അവനെ ശിക്ഷിക്കുകയും ചെയ്യുമെന്നാണല്ലോ നീ വാഗ്ദാനം ചെയ്തത്. എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്, എന്താണ് ഇവനോട് ഇങ്ങനെ പരസ്യമായി വായിക്കേണ്ട രഹസ്യമായി വായിച്ചോളൂ, പ്രത്യേകമായി ഇളവ് നൽകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു അവരോട് പറയുമത്രേ, മലക്കുകളോട് പറയുമത്രേ: ഫയഖൂലുല്ലാഹു സുബ്ഹാനഹു വ തആല യാ മലായികതി ഇന്നി ഹറഖതുഹു ഫിദ് ദുനിയ ബിനാരിൽ ജൂഇ വൽ അത്ഷ് ഫിൽ ഹരി ശദീദ് ഫി ഷഹ്ർ റമളാൻ. മലക്കുകളോട് അള്ളാഹു തആല പറയുന്നത് എങ്ങനെയാണ്? ഇന്നി ഹറഖതുഹു ഫി ദുനിയ, ദുന്യാവിൽ ഞാൻ അവനെ കരിച്ചു കളഞ്ഞില്ലേ, ബിനാരിൽ ജൂഇ, വിശപ്പാകുന്ന തീ കൊണ്ടവനെ കരിച്ചു കളഞ്ഞിട്ടുണ്ട്, വല്ലത്ഷി, ദാഹവും വിശപ്പും സഹിച്ചുകൊണ്ട് അവൻ നോമ്പ് പിടിച്ച് പ്രയാസപ്പെട്ടവനാണ്, അതുകൊണ്ട് ദുനിയാവുന്നേ ഞാൻ അവനെ കരിച്ചു കളഞ്ഞിട്ടുണ്ട്. ഫി ഷഹ്ർ റമളാൻ, റമളാൻ മാസത്തിൽ, ഫിൽ ഹരി ഷദീദ്, നല്ല ചൂടുള്ള ശക്തമായ ചൂടുള്ള കാലം, ഈ സന്ദർഭത്തിൽ ഇവൻ നോമ്പനുഷ്ഠിച്ച് ദാഹിച്ച് വിശന്ന് പരവശനായി ഞാൻ അവരെ കരിച്ചു കളഞ്ഞതാണ്. അതുകൊണ്ട് ഫലാ ഉഹരിഖുൽ യൗമ ബിന്നീറാൻ, ഇനി നരകത്തിലെ തീ കൊണ്ട് ഇനി ഞാൻ ഇന്നവനെ കരിക്കില്ല. വഖദ് ഗഫർതു ലഹു, ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമത്രേ. ഒരു നോമ്പുള്ള ഒരാളെക്കുറിച്ചാണ് ഈ പറയുന്നത്. വിശപ്പും ദാഹവും സഹിച്ച് ചൂടുള്ള വെയിലേറ്റുകൊണ്ട് തളർന്ന് നോമ്പ് പിടിച്ചൊരു വിശ്വാസിക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ചില പ്രവാചക വചനങ്ങളാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കാണിക്കുന്ന പ്രത്യേകമായ ചില കാരുണ്യങ്ങളുടെ വഴികൾ. തന്നെയുമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്: നൗമുസ്വായിമി ഇബാദ, നോമ്പുകാരുടെ ഉറക്ക് പോലും ഇബാദത്താണ്. വസുംതുഹു തസ്ബീഹുൻ, അവൻ മിണ്ടാതെ നിൽക്കുമ്പോൾ അത് തസ്ബീഹിന് തുല്യമാണ്. വഅമലുഹു മുളാഅഫുൻ, അവൻ്റെ അമലുകളൊക്കെ ഇരട്ടി കൂലിയുള്ളതാണ്. വദുആഹും മുസ്തജാബ്, അവൻ്റെ ദുആ അത് ഉത്തരം കിട്ടപ്പെടുന്ന ദുആയാണ്. വദംബുഹു മഗ്ഫൂറുൻ, അവൻ്റെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടുന്നതുമാണ്. ഒക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ട് അവന്. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന കാര്യങ്ങളാണിത്. ഖുർആൻ പറയുന്നുണ്ടല്ലോ: വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ ഭക്ഷണമുണ്ടാക്കണം, നിങ്ങൾ ഫൈന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും നല്ല ഭക്ഷണം അത് തഖ്വയാകുന്നു എന്ന്. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് നല്ല വിഭവങ്ങൾ വേണം. അവിടെയുള്ള ഭക്ഷണമാണ് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് നമുക്കത് രുചിക്കാനും അത് ഭുജിക്കാനും കഴിയില്ല. അവിടെ ചെല്ലുമ്പോൾ മാത്രമാണ് നമുക്കത് കിട്ടുന്നത്. അതുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതവും നോമ്പും നിസ്കാരവും ഖുർആൻ പാരായണങ്ങളുമായി സർവശക്തനായ അള്ളാഹുവിന് ഈ വിശുദ്ധമായ റംളാൻ നമ്മൾ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ചെലവഴിക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള പുണ്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയാണ്. റമളാൻ അതിൻ്റെ നടുവിലത്തെ 10 കഴിഞ്ഞ് അവസാനത്തെ 10ലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളതാണ്. തന്നെയുമല്ല, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്: അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനിൽ അബ്ദി,
നോമ്പും ഖുർആനും വന്നിട്ട് രണ്ടും അടിമകൾക്ക് വേണ്ടി ആരാണോ ഖുർആൻ ഓതിയത്, ആരാണോ നോമ്പ് നോറ്റത്, ഈ രണ്ടും ഖുർആനും നോമ്പും വന്നിട്ട് ഇഷ്ഫാനിൽ ആബിദി അടിമകൾക്ക് വേണ്ടിയിട്ട് ആ രണ്ടും വന്ന് നോമ്പും അതുപോലെ തന്നെ ഖുർആൻ പാരായണവും വന്ന് ശഫായത്ത് നടത്തുന്നതാണ്. യഖൂലു സിയാമു അള്ളാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് നോമ്പ് പറയും, ഐ റബ്ബി ഇന്നി മനഅതുഹു ത്വആമ വശഹവാതി ബിന്നഹാർ. പകലിൽ ഭക്ഷണം ഞാൻ അവനെ തടഞ്ഞു, അവൻ്റെ എല്ലാ വിചാരങ്ങളും ഞാൻ ഉപേക്ഷിച്ചു, എല്ലാം കൊണ്ടും അവനെ ഞാൻ തടഞ്ഞു. ആ ഒരു രീതിയിൽ പടച്ച റബ്ബേ എന്നെക്കൊണ്ട് ഞാൻ അവനെ ഈ രീതിയിലൊക്കെ തടയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവൻ വേണ്ടാത്തതൊന്നും ചെയ്തില്ല, അവൻ നോമ്പ് നോറ്റിട്ടുണ്ട്, ആഗ്രഹങ്ങളൊക്കെ എല്ലാം അവൻ വെടിഞ്ഞിട്ടുണ്ട് പകൽ സമയത്ത്. അതുകൊണ്ട് ഫശഫിഗ്നി ഫിഹി, എൻ്റെ ശുപാർശ അവൻ നീ സ്വീകരിക്കണേ എന്ന് വന്നുകൊണ്ട് നോമ്പവനോട് അള്ളാഹുവോട് പറയും. വയഖൂൽ ഖുർആൻ വന്ന് അള്ളാഹുവോട് പറയും, മനഅതുഹു നൗമ ഫിൽ ലൈൽ ഫശഫിഗ്നി ഫിഹി, അള്ളാഹുവേ ഞാൻ അവൻ്റെ രാത്രിയുള്ള ഉറക്കം ഞാൻ അവനെ ഒഴിവാക്കിയിട്ടുണ്ട്, ഞാൻ അവനെ തടഞ്ഞിട്ടുണ്ട്. കാരണം അവൻ രാത്രിയൊക്കെ നിന്നുകൊണ്ട് ഖുർആൻ ഓതി ഇഷ്ടം പോലെ നിസ്കരിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ നിസ്കരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എന്നെ ഓതി പാരായണം ചെയ്തുകൊണ്ടാണ് അവൻ നിസ്കരിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യം എൻ്റെ ശുപാർശ അവൻ്റെ കാര്യത്തിൽ നീ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ്റെയും നോമ്പിൻ്റെയും ശഫാഅത്ത് സ്വീകരിക്കുകയും അങ്ങനെ ഇവനെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മളിനി വളരെ ശ്രദ്ധയോടെ നോമ്പിൻ്റെയും ഖുർആൻ പാരായണത്തിൻ്റെയും ഒക്കെ ദിനരാത്രങ്ങൾ ഇനിയും നമുക്കുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വാഹിദ് അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.